ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത ബോബിയെ വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കും. മാധ്യമങ്ങളിൽ ഒരു വലിയ പടയുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി കടന്നു പോകുമ്പോൾ വാഹനത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് തെറ്റല്ല എന്ന വാദമാണ് പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ സ്വാഭാവികമായും അതായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയ നിയമോപദേശം. ഈ അറസ്റ്റിലേക്ക് ഉടൻ കടക്കും എന്നാണ് അറിയാനാകുന്നത്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ, വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. സ്മൃതി അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിലവിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി ഗേറ്റ് അടച്ചിരിക്കുകയാണ്. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കിടത്താൻ തുടങ്ങിയിട്ട്. പോരാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദ് കൂടി വരിക. ഏകദേശം 7 മണിക്കൂറിന് ശേഷമാണ് വയനാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് യാത്ര തിരിച്ച് 7 മണിക്കൂറിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ പ്രതിയെ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. രാവിലെ മുതൽ നമ്മൾ ഈ വാർത്ത അറിഞ്ഞത് മുതൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തുടരുകയായിരുന്നു. പലയിടങ്ങളിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ നിലയുറപ്പിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ.